ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കേക്ക് വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ 3 kgയുടെ ഒരു വാഞ്ചോ കേക്കും 1/2 kgയുടെ ഒരു ചോക്ലേറ്റ് കേക്കും പിന്നെ ഒരു 10 കപ്പ് കേക്കുമാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കൊക്കോമെലൺ തീമിലുള്ള ഒരു കേക്കാണിത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് ആദ്യം ഒരു 1.5 കിലോയുടെ വാനില കേക്കിനുള്ള ബാറ്ററാണ് റെഡിയാക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് മൈദയും 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു നുള്ളു ഉപ്പും കുറച്ച് പാൽപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അരിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് അരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 6 മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് വാനില പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1.5 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഒന്ന് പതഞ്ഞ് വരുമ്പോൾ വേണം ഇതിലേക്ക് പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ലോ സ്പീഡിൽ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കിയിട്ട് പിന്നീട് ഹൈ സ്പീഡിലേക്ക് മാറ്റി നല്ല ക്രീമി ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടൂ. ഇപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോർ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇടവിട്ടായിട്ട് കുറച്ച് പാൽ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ലോ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് ഞാൻ ഒരു 8 ഇഞ്ചിൻ്റെയും ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ചോക്ലേറ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്ററാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മൈദ ഒക്കെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 kgയുടെ ഒരു കേക്കും കുറച്ച് കപ്പ് കേക്ക് കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് മൈദ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഞാനിവിടെ മൊത്തം 12 മുട്ട വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വാനില പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് ഒന്ന് ലോ സ്പീഡിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലോർ കൂടെ ഇട്ട് കൊടുക്കാം. ഇടവിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിൽ തന്നെയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. സ്പീഡ് കൂട്ടി കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം വെച്ചിട്ടുള്ള വാനില കേക്കെല്ലാം ബേക്കായിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു 8 ഇഞ്ചിൻ്റെ ടിന്നിലും 6 ഇഞ്ചിൻ്റെ 2 കേക്ക് ടിന്നിലും പിന്നെ 10 കപ്പ് കേക്കുമാണ് വെച്ചിട്ടുള്ളത്. അതെല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കെല്ലാം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതെല്ലാം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഞാനിവിടെ തലേദിവസം രാത്രിയിലാണ് കേക്കെല്ലാം സ്പോഞ്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളത്. പിറ്റേ ദിവസമാണ് കേക്കിൻ്റെ ഡെക്കറേഷൻ ചെയ്യുന്നത്. വാഞ്ചോ കേക്കാണ് 3 കിലോയുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചോക്ലേറ്റിൻ്റെ സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാശ് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് അതുകൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വാനില സ്പോഞ്ചാണ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാശും പിന്നെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. താഴത്തെ ലെയറിൽ 4 ലെയറാക്കിയിട്ടാണ് കേക്ക് ചെയ്തിട്ടുള്ളത്. 8 ഇഞ്ചിൻ്റെ 2 കേക്ക് ടിന്നിൽ ചെയ്തിട്ടുള്ള കേക്ക് 2 പീസ് വീതമാക്കി കട്ട് ചെയ്തിട്ട് ടോട്ടൽ 4
ലെയറാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് അത് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് 6 ഇഞ്ചിൽ ചെയ്ത കേക്കും ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. മുകളിലത്തെ ടയറിൽ 5 ലെയറാണ് കൊടുത്തിട്ടുള്ളത്. താഴത്തെ ടയറിലുള്ള കേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ക്രീമാണ് ചെയ്യുന്നത്. കുറച്ച് മാത്രം ഗ്രീൻ കളർ ചേർത്തിട്ടാണ് ഈ ഒരു കളർ ചെയ്തിട്ടുള്ളത്. മുകളിലത്തെ ടയറിന് ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തന്നെ തണുപ്പിച്ചിട്ട് വേണം ടയർ ചെയ്തെടുക്കാനായിട്ട് കേക്ക്. അപ്പോൾ ഇത് ഐസിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇതിന് കുറച്ചൊരു ബ്ലൂ ഷെയ്ഡ് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് മാത്രം ബ്ലൂ ഒരു സ്പാച്ചുലയിൽ എടുത്തിട്ട് ഇതുപോലെ സ്പാച്ചുല ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. 1/2 kg ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടും നേരത്തെ ചെയ്തിട്ടുള്ളതിൻ്റെ ബാക്കി ബ്ലൂ കളറിലുള്ള ക്രീം വെച്ചിട്ടാണ് ഐസിങ് ചെയ്തെടുക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ഈ ഒരു കേക്കിൽ ചെയ്യുന്നത്. ബട്ടർഫ്ലൈയും കുറച്ച് ഷുഗർ ബോൾസും ഒക്കെ വെച്ചിട്ട് ഇതുപോലെ റെയിൻബോയുടെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയിലുള്ളൊരു കേക്കാണിത്. കോക്കോമെലൻ്റെ കേക്കിലേക്കുള്ള ഡെക്കറേഷന് വേണ്ടിയിട്ട് ഫോണ്ടൻ്റൊക്കെ ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഫ്ലവറിൻ്റെ ആ ഒരു കട്ടർ വെച്ചിട്ട് ചെയ്തിട്ട് ഇതുപോലെ സെൻട്രലായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പേരെഴുതിയെടുത്തിട്ടുണ്ട്. പ്രിൻ്റ് ഔട്ടുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കേക്കെല്ലാം നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ടയർ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ തന്നെ തണുത്തിട്ട് വേണം ഈ മുകളിലത്തെ ടയറിലുള്ള കേക്ക് എടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ താഴ്ന്നു പോകാതിരിക്കാനായിട്ട് സ്ക്യൂവർ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് 3 എണ്ണം. എന്നിട്ട് ഒരു സ്ക്യൂവർ ഇതുപോലെ ചെറിയ കേക്കിൻ്റെ സെൻട്രലായിട്ട് വെച്ച് കൊടുത്തിട്ട് സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. അതിലേക്കുള്ള ഡെക്കറേഷനൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പ്രിൻ്റ് ഔട്ടൊക്കെ എഡിബിൾ അല്ല, അല്ലാതെ സ്റ്റുഡിയോയിൽ പറഞ്ഞിട്ട് എടുത്തിട്ടുള്ള പ്രിൻ്റ് ഔട്ടുകളാണ്. കുറച്ച് ബട്ടർഫ്ലൈ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് എഡിബിൾ ആണ്. നമ്മൾ വാഫർ പേപ്പറിൽ ചെയ്തിട്ടുള്ള ബട്ടർഫ്ലൈ വാങ്ങാൻ കിട്ടും, അതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുള്ളൊരു കേക്കാണ്. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഡെക്കറേഷനാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അങ്ങിങ്ങായിട്ട് കുറച്ച് ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ വെച്ചിട്ടുള്ള ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ സ്റ്റിക്ക് വെച്ചിട്ട് ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുത്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റിക്കിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് വെക്കണം. സൈഡിലുള്ളതൊക്കെ പിന്നെ അല്ലാതെ തന്നെ കേക്കിലേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കപ്പ് കേക്കിൻ്റെ ഡെക്കറേഷന് ഈ ഒരു വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്